ഡീസലിന്റെ കയറ്റുമതി തീരുവ 34 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീരുവ ലിറ്ററിന് 21 രൂപ 50 പൈസയിൽ നിന്ന് 55 രൂപ 50 പൈസയായിട്ടാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. അതേസമയം വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 12 രൂപ 50 പൈസയാണ് കൂട്ടിയിരിക്കുന്നത്. തീരുവ ലിറ്ററിന് 29 രൂപ 50 പൈസയിൽ നിന്ന് 42 രൂപയായി ഉയർന്നിട്ടുണ്ട്. അതേസമയം പെട്രോളിന്റെ കയറ്റുമതി തീരുവയിൽ വർധനവ് വരുത്തിയിട്ടില്ല. രാജ്യത്ത് കൂടുതൽ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ നടപടിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. കാരണം രാജ്യത്ത് ഒരു ഇന്ധന പ്രതിസന്ധിക്കുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ക്ഷാമമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കേന്ദ്രം പറയുമ്പോഴും ഇന്ധന പ്രതിസന്ധി പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കയറ്റുമതി തീരുവയിൽ ഒരു വർധനവ് നടത്തി സർക്കാരിന് ഉണ്ടാകുന്ന നഷ്ടം അത് കൂടുതൽ നികത്താനുള്ള നീക്കങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കയറ്റുമതി തീരുവയിൽ ഒരു വർധനവ് വരുത്തിയിരിക്കുന്നത്. ഡീസലിന്റെയും അതുപോലെ തന്നെ വിമാന ഇന്ധനത്തിന്റെയും കയറ്റുമതി തീരുവയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉയർത്തിയത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഇതിന് മുന്നേ ആ ഒരു ഇത് കണ്ടല്ലോ, 24 ന്യൂസിൻ്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടല്ലോ. അപ്പോൾ 24 ന്യൂസിലെ എല്ലാ ന്യൂസുകളിലും വന്ന ഒരു വാർത്തയാണിത്. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം വേറൊന്നുമല്ല, ആ വീഡിയോയ്ക്കിടയിൽ വന്ന കുറേ കമൻറ്റുകളാണ്. കാരണം മലയാളത്തിലുള്ള ന്യൂസ് ആയതുകൊണ്ടും മലയാളം ചാനലിട്ട ന്യൂസ് ആയതുകൊണ്ടും ഒരുപാട് പേര് അതിൻ്റെ ചുവട്ടിൽ വളരെ ആർജവത്തോടുകൂടി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ് ഈ ന്യൂസ് എന്ന് മനസ്സിലാക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ എന്താണ് ഡീസലിൻ്റെ തീരുവ കൂട്ടുന്നത് വഴി, അതായത് കയറ്റുമതി തീരുവ കൂട്ടുന്ന വഴി എന്താണ് ഇമ്പാക്റ്റ്, എന്തിനാണ് അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാത്ത കുറേ ആൾക്കാർ, അതായത് പ്രബുദ്ധരെന്ന് സ്വയം അവകാശപ്പെടുന്ന, അതായത് ദിവസം ഞാൻ പറയുന്ന കണക്കിന് ശരിക്കും ദിവസവും രാവിലെ ഒന്ന് പത്രം വായിക്കുക, ചായ കുടിക്കുമ്പോൾ ഒരു പത്രം എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ ഡെയിലി ഹണ്ട്, അതുപോലെ മറ്റുള്ള പല ന്യൂസ് ചാനലുകളുണ്ടല്ലോ, അതായത് ന്യൂസ് സംഭവങ്ങളുണ്ട്. അതായത് ന്യൂസ് റീഡിങ്ങിനും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകൾ നമുക്ക് പിന്നെ യൂട്യൂബിൽ കൂടെ കാണാം. ടി വി ഉണ്ടെങ്കിൽ ടി വിയിൽ വെച്ചാലും മതി, സ്മാർട്ട് ടി വി ആണെങ്കിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി. അറ്റ്ലീസ്റ്റ് ലോകവിവരം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതിനെപ്പറ്റി കുറച്ചെങ്കിലും ഒരു ഐഡിയ ഉള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന ഒരു പറ്റം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. എന്താണ് കയറ്റുമതി തീരുവ കൂട്ടുന്നത് എന്നുള്ളതിനെ പറ്റി. അതായത് കയറ്റുമതി തീരുവ കൂട്ടുന്നതുകൊണ്ട് നാളെ ഇപ്പോൾ ഡീസൽ നമുക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുമോ? പലരും വിചാരിക്കും നാളെ ഇന്നിപ്പോൾ ഈ ഡീസൽ തീർന്നിരിക്കുന്ന ടാങ്കുകൾ ഡീസൽ അടിക്കാൻ പോകുന്ന ആൾക്കാർക്ക് എത്രയാ 30 രൂപ 34 രൂപയോളം 35 രൂപയോളം കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പലരും ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇടുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചീത്ത വിളിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ടോ, അവർക്ക് ഇതിനെപ്പറ്റി കാര്യം അറിയാം. അപ്പോൾ പലരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്ധമായ രാഷ്ട്രീയ വിരോധം മനസ്സിലാക്കിക്കൊണ്ട് പൊട്ടന്മാരായി പോയ ഒരുപാട് പ്രബുദ്ധരുണ്ട്. ഓക്കെ, പ്രബുദ്ധതയിൽ മാസ്റ്റേഴ്സ് എടുത്ത ആൾക്കാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾക്കാരാണ് ഈ കമൻറ്റിട്ട, ഈ മണ്ടത്തരപരമായ കമൻറ്റിട്ട ആൾക്കാർ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രബുദ്ധത ഉണ്ടെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ഇടാൻ തോന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അറിയാമെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് അറിയാനെങ്കിലും ശ്രമിക്കും. ChatGPT അങ്ങനെ പോയിട്ട് എന്താണ് ഇന്ത്യ നടത്തിയ ഈ ഒരു കയറ്റുമതി തീരുവയുള്ളത് കൊണ്ട് എന്തുകൊണ്ടാണ് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്നെങ്കിലും ഒന്ന് അടിച്ചു നോക്കി അതിൽ നിന്ന് കുറച്ച് അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവന്മാർ ശ്രമിച്ചേനെ. പക്ഷെ അതിനൊന്നുള്ള സമയമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുവന്ന സർക്കാരിനെയും അതുപോലെ ആ ഒരു സർക്കാരിനോടുള്ള അന്ധമായ വിരോധം കാരണം ചാടി വീണ് ഓരോ കുറച്ച് തെറി പറയാനും ചീത്ത പറയാനും കിട്ടുന്ന അവസരമാണല്ലോ. ആൾക്കാർ ഇതിനൊക്കെ ഒരു മീറ്റർ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായ, അതായത് പ്രബുദ്ധത എന്നുള്ള നമ്മൾ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, സാക്ഷരതയിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാക്ഷരത കൊണ്ട് മാത്രം കാര്യമില്ല, കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് ലോകവിവരം വേണ്ടേ, സാമാന്യ ബുദ്ധി വേണ്ടേ, അല്ലേ? ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചത്, ലോകവിവരം സാമാന്യ ബുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മളെ കാലഘട്ടത്തിൽ. യുവാക്കൾക്കിടയിലാണെങ്കിലും പ്രായമായ ആൾക്കാരുടെ, ഇനിയിപ്പോൾ വളർന്നു വരുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്കിടയിലാണെങ്കിൽ ലോകവിവരം അവരുടെ ഓരോരുത്തർ ഏജിനനുസരിച്ച് ലോകവിവരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. സാമാന്യ ബുദ്ധി ഇല്ലെങ്കിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റും, ഇല്ലേ? അതാണ് ഇത്രയൊക്കെയുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവ്. എന്താണ് ഇറക്കുമതി തീരുവ, എന്താണ് കയറ്റുമതി തീരുവ, അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള കാര്യം, എങ്ങനെ നമ്മളെ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഡീസലിൽ ഈ കയറ്റുമതി തീരുവ, അതായത് കയറ്റുമതി തീരുവ കൂട്ടുന്ന ഡീസലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യൻ വിപണിയിൽ ഡീസലിന് വില കൂടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് ന്യൂസ് കിട്ടിയാൽ മതി. ഓക്കെ, അതിൻ്റെ ചൂട്ടിക്ക് ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരെ കമൻറ്റ് വേണ്ടി 24 ന്യൂസും അതുപോലെ ഈ വാർത്ത ഷോർട്സ് ഇട്ട, അല്ലെങ്കിൽ ഇതിട്ട, പിന്നെ വീഡിയോ ഇട്ട, യൂട്യൂബിലിട്ട, ഏത് സമൂഹ മാധ്യമത്തിലിട്ട ആൾക്കാരായാലും ചാനലുകൾക്ക് നെറ്റിപ്പോയിട്ടുണ്ട്. ഇതിൻ്റെ ചുവട്ടുള്ള കമൻറ്റുകൾ ഉണ്ടോ ചോദിച്ചാൽ ഞാൻ തെറ്റിച്ചാണോ, കയറ്റുമതി തീരുമാനം തന്നെയല്ലേ ഇട്ട്, വേറൊന്നല്ലല്ലോ ഇട്ട് എന്നുള്ള കണ്ടീഷനാണ്. എന്തിനാണ് കയറ്റുമതി തീരുവ കൂട്ടുന്നത്? ഇന്ത്യയിൽ ഡീസലിൻ്റെ ലഭ്യത കുറച്ചൊരു കൂട്ടാൻ വേണ്ടിയത്. അതിന് പല കാരണങ്ങളാണ്. ചിലപ്പോൾ ഡീസലിൻ്റെ ഷോർട്ടേജ് വരുന്നതായി കണ്ടിട്ടുണ്ടാവാം. ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല. ബട്ട് സ്റ്റിൽ
ഗവൺമെന്റ് ഡിഡ് സംതിങ്, അപ്പോൾ അതുകൊണ്ട് അതിനെന്തെങ്കിലും റീസൺ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ അപഗ്രഥിച്ച് പോകേണ്ടത്. അതല്ലാതെ ഇതല്ല അതിൻ്റെ അപ്പുറം കാണും. കമന്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, ചിരിച്ചിരിച്ച് ചത്തുപോകും. ബുദ്ധിമാന്മാരെന്ന് സ്വയം വിശേഷിക്കുന്ന അല്ലെങ്കിൽ സ്വയം കരുതുന്ന, രാവിലെ എണീച്ച് കണ്ണാടിന് മുന്നേ പോയി ഞാൻ ബുദ്ധിമാൻ എന്ന് പറയുന്ന പലരുമാണ് ഇങ്ങനെ കമന്റൊക്കെ ഇട്ടിട്ട് മാറുന്നത് സ്വയം, ഇല്ലേ? ഇവരൊക്കെ നാട്ടിലുള്ള ആൾക്കാർ കണ്ടാൽ എന്താ ചിന്തിക്കുക? ഇവരിങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ട് ചിലപ്പോൾ നാട്ടിൽ വലിയ ഭയങ്കരമായിട്ട് ചായ കുടിക്കുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് ഇങ്ങനെയാണ്, ഇന്ന ഗവൺമെന്റ് ഇത്ര മോശമാണ് ഇതിങ്ങനെ പറയുന്നല്ലോ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ബയസ്ഡായിട്ട് കാഴ്ചപ്പാടുണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ എല്ലാവരുടെയും കാഴ്ചപ്പാടെന്ന് വെച്ചാൽ BJP ഗവൺമെന്റിനെതിരെ, ഇങ്ങനെയുള്ള തെറ്റായ കമന്റ് ഇട്ട ആൾക്കാർക്കൊക്കെ BJP ഗവൺമെന്റിനെതിരെ എന്നുള്ള ചിന്താഗതിയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സംഗതിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ഇവരൊക്കെ മുന്നിൽ പോയി കഴിഞ്ഞപ്പോൾ ഓലെ മുന്നിൽ പോയിട്ട് ഇന്നിപ്പോൾ വൈകുന്നേരം ഓൽക്ക് എന്താ ചായ കുടിക്കാൻ പറ്റുമോ? ഇല്ല, ചായ കുടിക്കാൻ പറ്റില്ല. ചായ കുടിക്കാൻ മുണ്ടാണ്ട് ചായ കുടിച്ചിട്ട് വരേണ്ടി വരും. അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കും പോലെ എന്തെങ്കിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് മിണ്ടാണ്ട് വരണം. കാരണം ഇവർ കമന്റ് കണ്ടിയെങ്കിൽ കള്ളി വെളിച്ചത്താവില്ലേ? അപ്പൊ അവരും ഇതുപോലെ തന്നെ ഇവരെ പോലുള്ള പ്രബുദ്ധരാണെന്നെങ്കിൽ പ്രശ്നമല്ല. അതേസമയം ശരിയായ പ്രബുദ്ധരാണെന്നില്ല, ലേശം ലോകവിവരം സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ നല്ല അടി കിട്ടും. അടിയും കിട്ടും, ചീത്തയും കേൾക്കും, മാനവും പോവും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കമന്റ് ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഒന്നുകൂടി പറയട്ടെ. കമന്റ് അത്ര ചെറിയ സംഗതിയല്ല. തോന്നിയ പോലെ ഇടാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള സാധനമാണെങ്കിലും അത് അത്ര ഫ്രീ ആയിട്ടുള്ള ഇൻകം അല്ലെങ്കിൽ തിരിച്ചടിക്കുക നമുക്ക് തരാം. അതിന് കുറച്ച് കോസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഗുഡ് ബൈ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് കുറച്ച് കുറവാണ്.